തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്ക് സുപരിചിതനും പ്രിയങ്കരനുമായ ഒരു സഖാവാണ് സുനിൽകുമാർ. സുനിൽകുമാറിനെ വർഷങ്ങളായിട്ട് എനിക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അന്നും ഇന്നും ഒരേ സുനിൽകുമാറാണ് നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിലിടക്ക് പല പദവികൾ മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും സുനിൽകുമാർ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിൻ്റെ വ്യക്തിത്വം ഏത് കാലത്തും കറകളഞ്ഞ രീതിയിൽ സ്നേഹവും അതുപോലെ വിനയവും ഒക്കെ നിറഞ്ഞതാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, തൃശ്ശൂരിലെ എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് സുനിൽകുമാറിൻ്റെ ഈ വിനയവും അതുപോലെ തന്നെ എപ്പോഴും ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കാനുള്ള കർമ്മശേഷിയും അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം സുനിൽകുമാറിനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയാനൊന്നും ചെയ്യാറില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അഭിനയിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുമോ എന്ന് സംശയമാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു പ്രസക്തമായ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുരളിയുടെ സ്ഥിതി, മുരളി ഇങ്ങോട്ട് മാറി വന്നപ്പോൾ തന്നെ അതിൻ്റെ വേറൊരു തരത്തിലും മുരളിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എലിമെൻറ്റ്സ് വരും. അതിലേക്കൊന്നും ഞാൻ അപ്പോൾ കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാർ സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്.